കുറേ കാലം സി പി എമ്മിൻ്റെ ഉള്ളിലെ തന്നെ വിഭാഗീയതയുടെ ഒരു വലിയ ഇരയായിരുന്നു ഞാൻ. ഈ കുട്ടികൾ ആർക്ക് വേണ്ടിയിട്ടാണ് സമരം ചെയ്യേണ്ടത്? എന്ത് ആദർശത്തിന് വേണ്ടിയിട്ടാണ്? ഒരു തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ വന്ന് ഒരു ഗിമ്മിക്ക് കാണിക്കാനോ അല്ല. ഞാൻ പഠിച്ച പൊതുപ്രവർത്തന ശൈലി സാധാരണക്കാരോടൊപ്പം നിന്ന് പ്രവർത്തിക്കുവാനുള്ളതാണ്. അമ്പരചുംബികളായ കെട്ടിടങ്ങൾ കെട്ടാനും വൻകിട പദ്ധതികൾ നടപ്പിലാക്കാനും കാണിക്കുന്ന വ്യഗ്രത ജനങ്ങളുടെ വിശ്വാസം സംരക്ഷിക്കാൻ എടുക്കുന്നില്ല. നമസ്കാരം. ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് സി പി എമ്മിൽ നിന്നും കോൺഗ്രസിൽ നിന്നും നിരവധി നേതാക്കൾ ബി ജെ പിയിലേക്ക് ചേക്കേറിയിരുന്നു. ഇന്ന് തലസ്ഥാനത്ത് നിന്നും ഒരു പ്രമുഖ നേതാവ്, അതായത് കഴക്കൂട്ടത്തെ മുൻ സി പി എം ഏരിയ സെക്രട്ടറിയും അതുകൂടാതെ തലസ്ഥാനത്തെ സജീവ സി പി എം പ്രവർത്തകൻ കൂടിയായ എസ് ബിജു ഇപ്പോൾ ബി ജെ പിയിലേക്ക് ചേക്കേറിയിരിക്കുകയാണ്. പൊതുപ്രവർത്തന മേഖലയിൽ ഒരു മാറ്റമുണ്ടാവണം എന്ന് ഉടനെ തോന്നിയതല്ല. കുറേ കാലം സി പി എമ്മിൻ്റെ ഉള്ളിലെ തന്നെ വിഭാഗീയതയുടെ ഒരു വലിയ ഇരയായിരുന്നു ഞാൻ. അതിനകത്തു നിന്നുള്ള വിഭാഗീയതയെ ചെറുത്ത് സത്യസന്ധമായി സി പി എം രൂപീകരിച്ചത് എന്തിനാണോ ആ നിലപാടുകളിൽ നിന്ന് വ്യതിയാനം വരാതെ ആ നിലപാടുകളിൽ ഉറച്ച് മുന്നോട്ട് പോകുവാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമം പാർട്ടിക്കകത്ത് കഠിനമായി നടത്തേണ്ടതായിട്ടുണ്ട്. അത് നടത്തുന്നതുകൊണ്ട് വിഷമമില്ല. കാരണം എന്തിനാണോ പാർട്ടി രൂപീകരിച്ചത് ആ പാർട്ടി രൂപീകരിച്ചതിൻ്റെ ലക്ഷ്യം അതിൽ നിന്ന് ഒരു കേഡർ അകന്നു പോകാൻ പാടില്ല എന്നുള്ള ശാഠ്യം കൊണ്ടാണ്. അത് ന്യായമായും ഒരു കമ്മ്യൂണിസ്റ്റ് കേഡറിന് ഉണ്ടാവേണ്ടതാണ് എന്നാണ് ഞാൻ വിശ്വസിച്ചത്. പക്ഷേ അങ്ങനെയല്ല. നിങ്ങളിപ്പോൾ കാണുന്ന കാഴ്ചകൾ കണ്ടില്ലേ? കഴിഞ്ഞ അടുത്ത ദിവസങ്ങളിൽ എത്രയോ ജനകീയ സമരങ്ങൾ നടത്തിയവരാണ് സി പി എം. ഇപ്പോൾ പാർട്ടി മെമ്പർ പോലും അല്ലാത്ത ആളുകൾക്ക് വേണ്ടി നിയമാനുസൃതമായി കോടതിയും അതുപോലെ തന്നെ അന്വേഷണ ഏജൻസികളും ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് മറുപടി പറയാൻ മനസ്സില്ല എന്ന് പറയുന്ന തരത്തിലേക്ക് കാര്യങ്ങളെ കൊണ്ട് എത്തിക്കുവാൻ ഒരു മടിയുമില്ലാതായിരിക്കും. അതല്ലേ നമ്മൾ കണ്ടത്. ഇപ്പോൾ കാണുന്നത് കോളേജ് തുറക്കുന്നു. ജൂൺ മാസം കോളേജുകളും സ്കൂളുകളും തുറന്നു. ഈ കുട്ടികൾ ആർക്ക് വേണ്ടിയിട്ടാണ് സമരം ചെയ്യേണ്ടത്? എന്ത് ആദർശത്തിന് വേണ്ടിയിട്ടാണ്? ന്യായമായിട്ടുള്ള ആദർശത്തിനും രാജ്യത്തിനും രാജ്യത്തെ സാധാരണ ജനങ്ങൾക്കും തൊഴിലാളികൾക്കും വേണ്ടി സമരം ചെയ്ത് മരിക്കാൻ ഒരു മടിയുമില്ലാത്തവരായിരുന്നു ഞങ്ങളെല്ലാം ചെറുപ്പക്കാലത്ത്. തോളോട് തോൾ ചേർന്ന് നിന്ന് പരസ്പരം വിശ്വസിച്ച് എത്രയോ ജനകീയ സമരങ്ങൾ. പക്ഷേ ഇന്ന് ഈ സമരങ്ങൾ കാണുമ്പോൾ ഇതെന്തിനു വേണ്ടിയിട്ടാണ്, ഇത് ആർക്ക് വേണ്ടിയിട്ടാണ് എന്ന് ചോദ്യം ഉയരുന്നു. ഇനി ഒട്ടും വൈകേണ്ട കാര്യമില്ല. രാജ്യത്തിൻ്റെ അഭിവൃദ്ധിക്കും സംസ്ഥാനത്തിൻ്റെ അഭിവൃദ്ധിക്കും ആണ് പൊതുപ്രവർത്തന രംഗത്ത് പ്രാധാന്യം കൊടുക്കുന്നത് എങ്കിൽ ഒരു മനസാക്ഷിക്കുത്വമില്ലാതെ സത്യസന്ധമായി ബി ജെ പിയുടെ പുറത്തു നിന്ന് ഈ കാര്യങ്ങൾ ചെയ്യാം എന്ന് തീരുമാനിക്കുകയായിരുന്നു. കേവലം തിരഞ്ഞെടുപ്പിനോ അല്ലെങ്കിൽ ഒരു തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ വന്ന് ഒരു ഗിമ്മിക്ക് കാണിക്കാനോ അല്ല. ഞാൻ പഠിച്ച പൊതുപ്രവർത്തന ശൈലി സാധാരണക്കാരോടൊപ്പം നിന്ന് പ്രവർത്തിക്കുവാനുള്ളതാണ്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ കണ്ടല്ലോ, ശ്രീമതി ശൈലജ ടീച്ചർ സ്വതന്ത്രയായി മത്സരിച്ചിരുന്നുവെങ്കിൽ ടീച്ചർ ജയിക്കുമായിരുന്നു. ഇന്ന് സുധാകരൻ സഹാബിനൊപ്പം നിയമസഭയിൽ ഉണ്ടാകുമായിരുന്നു. അതാണ് ഇന്നത്തെ കേരളത്തിൻ്റെ രാഷ്ട്രീയം. ഈ രാഷ്ട്രീയം ഒട്ടുമേ മനസ്സിലാവുന്നില്ല എന്ന് പറഞ്ഞാൽ, ഈ രാഷ്ട്രീയത്തെക്കുറിച്ച് യാതൊന്നും മനസ്സിലാവുന്നില്ല, ഒരു ചുക്കും സംഭവിച്ചില്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഇടങ്ങളിൽ സത്യസന്ധമായി നിലപാട് ഉറപ്പിക്കുവാനും നിലപാടെടുക്കുവാനും കഴിയുന്നില്ല. VS-ന്റെ അടുത്ത അനുയായി എന്ന് പറഞ്ഞ് ഇക്കണ്ട കാലമത്രയും എന്നെ ദ്രോഹിച്ചു. ഇപ്പോൾ കഴിഞ്ഞ ദിവസം നിങ്ങൾ കണ്ടു കാണും, തിരുവല്ലം പരശുരാമ ക്ഷേത്രത്തിൽ ബഹുമാന്യനായ പ്രസിഡന്റ് അവിടെ യോഗം വിളിച്ചുകൂട്ടി. വാസ്തവത്തിൽ വലിയ ആശ്വാസവും സന്തോഷവും തോന്നി. എൻ്റെ അമ്മയും അച്ഛനും മരണപ്പെട്ടു. ആ അമ്പലത്തിൽ ബലികർമ്മങ്ങൾക്കായി നമ്മൾ ചെല്ലുമ്പോഴാണ് ആ യഥാർത്ഥത്തിൽ നമ്മളുടെ രസീതടച്ച് അവിടെ നമ്മുടെ സ്വന്തം ചെലവിലാണ് ഈ കാര്യങ്ങൾ നടത്തുന്നത്. നടത്താനുള്ള സൗകര്യങ്ങളുണ്ടോ? അവിടെ മാത്രമല്ല,
കേരളത്തിലെ അമ്പലങ്ങൾ കഴിഞ്ഞ 10 വർഷമായി ജീർണാവസ്ഥയിലാണ്. ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് രൂപ ദേവസ്വം കളക്ട് ചെയ്ത് കൊണ്ടുപോകും. തിരിച്ച് പെയിന്റ് ചെയ്യാൻ പോലും പൈസ കൊടുക്കില്ല. കഴക്കൂട്ടം ശ്രീ മഹാദേവർ ക്ഷേത്രം പുരാതനമായ അമ്പലമാണ്. അവിടുത്തെ പല ഉപക്ഷേത്രങ്ങളും നാശത്തിന്റെ വക്കിലാണ്. കഴിഞ്ഞ മാർച്ച് മാസം മുതൽ ഈ മാർച്ച് മാസം വരെ ഏതാണ്ട് 1 കോടി രൂപ ദേവസ്വം അവിടെ നിന്ന് വസൂലാക്കി. ഒന്നും ചെയ്യുന്നില്ല. അമ്പരചുംബികളായ കെട്ടിടങ്ങൾ കെട്ടാനും വൻകിട പദ്ധതികൾ നടപ്പിലാക്കാനും കാണിക്കുന്ന വ്യഗ്രത ജനങ്ങളുടെ വിശ്വാസം സംരക്ഷിക്കാൻ എടുക്കുന്നില്ല. വിശ്വാസരാഹിത്യമാണ് അവിടെയെല്ലാം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ജനങ്ങളെ നോക്കാതെ, അവരുടെ മനസ്സ് മനസ്സിലാക്കാതെ, ഈ കാലഘട്ടത്തിന്റെ ആവശ്യങ്ങൾ മനസ്സിലാക്കാതെ പ്രവർത്തിക്കുന്ന ഒരു കൂട്ടം ആളുകളോടൊപ്പം നിൽക്കുന്നതിന് പകരം സത്യസന്ധമായി അഭിപ്രായം പറയുവാനും പ്രവർത്തിക്കാനും കഴിയുന്ന ഒരിടം എന്ന നിലയിൽ ഞാൻ BJP-യിൽ മെമ്പർഷിപ്പ് എടുക്കുകയാണ്.